മാധ്യമങ്ങൾക്ക് തുറന്ന കത്തുമായി സി കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയ യുവതി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നെല്ലും പതിരും തിരിച്ചറിയാനാകും. പരാതികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, സത്യം തെളിയാൻ പോകുന്നില്ല എന്നും കത്തിൽ പറയുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഈ പരാതിക്കാരിയുടെ പരാതി വ്യാജമാണ് എന്നാണ് BJP നേതാക്കൾ എല്ലാവരും തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായും അവർ എടുത്തു കാണിക്കുന്നത് അവർ കേസാണ്. ഇവർ കോടതിയിൽ നൽകിയ കേസ് അത് തള്ളിപ്പോയി എന്നാണ് BJP നേതാക്കൾ എല്ലാവരും തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ആ പരാതിക്കാരി ഇപ്പോൾ പറയുന്നത് തനിക്ക് തന്റെ അച്ഛനെ കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഭാഗമായി നടത്തിയ ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായാണ് ആ പരാതികൾ പൂർണ്ണമായി തനിക്കെതിരായ കേസും അതുപോലെ തന്നെ കൃഷ്ണകുമാറിനെതിരായ കേസും പിൻവലിഞ്ഞു പോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ പരാതിക്കാരി പറയുന്നത്. പരാതിക്കാരി രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകാനുണ്ടായ സാഹചര്യവും ഈ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും നെല്ലും പതിരും രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചറിയുമെന്നാണ് ഈ പരാതിക്കാരി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ തനിക്കുണ്ടായ അനുഭവങ്ങൾ 2014 മുതലുണ്ടായ കൃത്യമായ അനുഭവങ്ങൾ എല്ലാം തന്നെ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പരാതിക്കാരുടെ കത്തിനെ കുറിച്ച് BJP നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് ഈ കത്തിൽ പരാതിക്കാരി പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.